ഇറ്റ്സ് മീ ചിന്നു. ഇറ്റ്സ് മീ കുഞ്ഞു. അപ്പം നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ പോവാണത്. അപ്പോൾ ചെറിയ ട്രിപ്പാണോ വലിയ ട്രിപ്പാണോ? അപ്പം നമ്മളിന്ന് പോയതിൽ വെച്ച് കുറച്ച് വലിയൊരു ട്രിപ്പാണ്. അത് 5 days ആണ്. അപ്പോൾ നമ്മളിന്ന് ഏതൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പോണേ? വയനാട്, മൈസൂർ, ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് വയനാടാണ് പോണേ, പിന്നെ മൈസൂർ, ബാംഗ്ലൂർ. അപ്പോൾ നമ്മുടെ ഓട്ടോ വന്നു, നമ്മളിനിപ്പോൾ പോവാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അപ്പോൾ അതാ നമ്മുടെ ട്രെയിൻ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ട്രെയിനിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് വരെ വന്ദേ ഭാരതിലാണ് പോകുന്നത്. അപ്പം നമ്മളിത് ഇവിടെ ഒരു ഗ്ലാസ് ഡോറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബട്ടണിൽ പ്രസ് ചെയ്താലാണ് അത് ഓപ്പൺ ആവുന്നത്. അപ്പം നമ്മൾ നമ്മളുടെ സീറ്റ് തേടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ 2 കമ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. അതായത് ട്രെയിനിൽ നമുക്ക് ഫുഡൊക്കെ തരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്, ഫുഡ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോറൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. അവിടുത്തെ ലോക്കോ പൈലറ്റ് അതിൻ്റെ ഓപ്പറേറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ കോഴിക്കോടോടെ എത്താറായി. അപ്പോൾ ഇവിടെ നമുക്കൊരു പുഴയൊക്കെ കാണാം. നമുക്ക് എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഇതുപോലത്തെ ഡിസ്പ്ലേസ് കാണാം. അപ്പോൾ ഈ ഡിസ്പ്ലേയിലൊക്കെ ഇങ്ങനെ നമ്മളുടെ സ്റ്റോപ്പ് ഏതാണ്, അല്ലെങ്കിൽ അവിടേക്ക് എത്ര ദൂരമുണ്ട്, പിന്നെ ട്രെയിൻ എത്ര കിലോമീറ്റർ വേഗതയിലാണ് പോകണമെന്നൊക്കെ കാണിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളതേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളിനി പോണത് KSRT സ്റ്റാൻഡിലേക്കാണ്. അവിടുന്ന് നമ്മൾ ചായയും വടക്ക് കഴിച്ചു. അപ്പോൾ ഇതാട്ടോ നമ്മൾ പോകാൻ പോണ ബസ്. അപ്പോൾ ഇത് ബാംഗ്ലൂർക്കാണ് പോണത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സീറ്റൊക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് കൽപ്പറ്റ വരെ ഈ ബസ്സിലാട്ടോ പോണത്. ഇത് AC ബസ്സാണ്. അപ്പം നമ്മളിതേ വയനാട്ടിലേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നല്ല സീനറീസൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പം നമ്മളിത് കൽപ്പറ്റ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇറങ്ങി. അപ്പോൾ ബസ്സിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവിടെ കേട്ടോ നമ്മൾ ബാഗൊക്കെ വെച്ച്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ബാഗ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ കൽപ്പറ്റയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഹോം സ്റ്റേയിൽ പോകണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം.
അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്, നാടൻ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലാട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനിപ്പോൾ ഹോം സ്റ്റേക്ക് വേണ്ടി പോവാം. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ താമസിക്കാൻ, വയനാട്ടിൽ താമസിക്കാൻ നമ്മളിവിടെ ഫാം ഹൗസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫാം ഹൗസ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കിച്ചണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോം സ്റ്റേയിൽ ഇങ്ങനെ വരുന്ന ഫാമിലീസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ കഴിക്കാം കേട്ടോ. അയ്യോ, അപ്പോൾ ഗൈസ് നമ്മളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വയനാടിൻ്റെ മറ്റ് കാഴ്ചകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ വയനാട്ടിൽ എടക്കൽ കേവ്, ബാനാസുര ഡാം അതൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും. കാരാപ്പുഴ ഡാം അതൊക്കെ. അപ്പോൾ ബൈ.